നോക്കൂ നിങ്ങൾ, നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വാർത്തയും മനസ്സിനെ സമാധാനിപ്പിക്കുന്നതല്ല. നമ്മളൊക്കെ മഹാഭൂരിപക്ഷം ആളുകൾ മാതാപിതാക്കളാണ്. സ്വന്തം മാതാവിനെ എന്തിനെനിക്കു ജന്മം തന്നു എന്ന് ചോദിച്ച് ആ ജന്മം തന്നതിന് മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന വാശി തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകൻ വെട്ടിക്കൊന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഭാര്യയെ വെട്ടി നുറുക്കി കുക്കറിലിട്ട് വേവിച്ച് അതിൻ്റെ അസ്ഥികൂടത്തെ കരിച്ചു കളഞ്ഞ ഭർത്താവിൻ്റെ വാർത്തയും നമ്മൾ കേൾക്കുകയാണ്. പടച്ചവനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ശരിയായ ബോധം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഈ തിന്മകളെ മുഴുവൻ നമുക്ക് തടയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിവിടെ കുട്ടികളെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുകയാണ്, ശരിയാവണില്ല എന്ന് തോന്നുമ്പോൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുവെക്കാമെന്ന് തീരുമാനിക്കും. ആ ഹോസ്റ്റലിൽ അതിനേക്കാൾ തിന്മ ചെയ്യാൻ അവനക്ക് കഴിയും. നമ്മുടെ മുന്നിൽ അഭിനയിക്കുമ്പോൾ അവൻ്റെ അകത്ത് നമ്മെ കൊല്ലാനുള്ള പ്ലാൻ അവൻ തയ്യാറാക്കും. അവൻ്റെ വാട്സപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നല്ല കുട്ടിയാക്കാരം, അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ തോന്നിയാസം ഉണ്ടാകും. അതില്ലാതിരിക്കാനുള്ള മാർഗം എന്താണ്? ഈ ബോധം നമ്മുടെ കുട്ടിക്കുണ്ടാകണം. ആരെ മറച്ചു വെച്ചാലും, ബാപ്പാനെ, ഉമ്മാനെ, അധ്യാപകരെ, നാട്ടുകാരെ, മുതിർന്നവരെ, അനുജന്മാരെ, മക്കളെ ആരെ മറച്ചു വെച്ചാലും പടച്ചോന് ഞാൻ മറച്ചു വെച്ച എല്ലാ കാര്യവും അറിയുമെന്ന ബോധ്യം അവന് കൊടുക്കണം. പുതിയൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ മതബോധം കുറഞ്ഞുകൊണ്ടിരിക്കാൻ. ചില തെറ്റുകളൊക്കെ അതിപ്പോൾ എന്താണ് ചെയ്താൽ അതൊക്കെ ഇപ്പം അത്ര ഗൗരവമുള്ള വിഷയമാണോ, അതൊക്കെ നിസാരമല്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്ന എത്ര കാര്യങ്ങളുണ്ട്. പതിയെ നമ്മൾ തന്നെ മതബോധത്തിൽ നിന്ന് മങ്ങിപ്പോയാൽ എന്താ സംഭവിക്കാന്നറിയോ? കേട്ടാൽ അറക്കുന്ന ഇത്തരം തിന്മകൾ നമ്മളിലും വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഉശ് അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. പടച്ചോനെ കുറിച്ചുള്ള ഉത്ബോധനത്തിൽ നിന്നും ദിക്റിൽ നിന്നും ദീനിന്റെ കാര്യങ്ങളിൽ നിന്നും ഒരാൾ തെറ്റിപ്പോയാൽ, അതിനോട് കണ്ണടച്ചാൽ അവൻ അല്ലാഹു ഒരു ശൈത്താനെ കൂട്ടുകാരനായി കൊടുക്കും. പിന്നെ ആ ശൈത്താനാ നയിക്കുക. അപ്പൊ നൊന്തുപെറ്റ ഉമ്മാന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ നമ്മളെ കയ്യിനൊരു വിറയലും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മതബോധം പ്രധാനമാണ്.